വാവിട്ട അവകാശവാദങ്ങളുടെ കാലം അവസാനിക്കുന്നു. പാകിസ്ഥാന് എത്ര തിരിച്ചടി കിട്ടിയാലും ഒന്നും ഉണ്ടായില്ലെന്ന സ്ഥിരം പല്ലവിയിൽ നിന്ന് വ്യത്യസ്തമായി മുട്ടുകുത്തി പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക ശക്തി നൽകിയത് കനത്ത പ്രഹരം തന്നെയാണെന്ന്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ പാക് വിമാനത്താവളങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നത് ഗത്യന്തരമില്ലാതെയാണ്. ഭീകരവാദത്തിന് പിന്തുണ നൽകി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് കശ്മീരിന്റെ രക്തം പുരണ്ട താഴ്വരകൾ മുതൽ പഹൽഗാം പോലെ ധാർഷ്ട്യമുള്ള ആക്രമണങ്ങൾ വരെ പാകിസ്ഥാന്റെ ഭീരുത്വത്തിന് അതിരില്ല. പക്ഷേ ഒരു കാര്യം ലോകത്തിന് മുന്നിൽ ഇനി വ്യക്തമാണ്: ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ യുദ്ധമല്ല, തീവ്രവാദത്തിനെതിരായ പോരാട്ടമാണ്. അത് അംഗീകരിച്ച് പൊള്ളയായ അവകാശവാദങ്ങൾ മുഴക്കാതെ മിണ്ടാതിരിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാകുന്നു. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. പാകിസ്ഥാൻ അവസാന തോൽവി സംബന്ധിച്ച് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയിൽ പാഠം പഠിച്ചിരിക്കുകയാണോ, അതോ ഭീകരവാദത്തിന് ഇപ്പോഴും കുടപിടിച്ച് പ്രതികാരം ആസൂത്രണം ചെയ്യുകയാണോ? ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ആണവ ഭീഷണിയെ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഭീകരതയും സംഭാഷണങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? രാജ്യം ജാഗ്രത കൈവിടാത്തത് ഒരിക്കലും തിരുത്താതെ പതിയിരിക്കുന്ന അപകടകാരിയായ അയൽക്കാരനെ കരുതി തന്നെയാണോ?